ഗുഡ് മോർണിംഗ് ഗൈസ്, പാബൂസ് വ്ലോഗ്സിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഞങ്ങളിത് ഈ ബാക്കിൽ കാണുന്ന ഹോട്ടലിലാണ് ഞങ്ങൾ താമസിച്ചത്. നോവട്ടൽ എന്നെന്തോ പറഞ്ഞിട്ട് സംഭവം. ഫ്രാൻസിലാണ് കേട്ടോ ഞങ്ങളിപ്പോൾ. മെറ്റ്സ് എന്ന് പറഞ്ഞ സിറ്റിയിൽ നിന്ന് കുറച്ച് ദൂരം ഇങ്ങോട്ട് പോകുന്നു. ഇവിടെ ഞങ്ങൾ താമസിച്ചത്. ഞങ്ങളുടെ ബസ്സിലേക്ക് എല്ലാവരും കയറി സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തു. നല്ല സ്റ്റേ ആയിരുന്നു, നല്ല ഹോട്ടലായിരുന്നു, നല്ല ക്ലീൻ ഹോട്ടലായിരുന്നു. സുഖമായിട്ട് ഉറങ്ങി. ആദ്യം ഞങ്ങൾ പേടിപ്പിച്ചു, രാവിലെ 5 മണിക്കൊക്കെ എഴുന്നേൽക്കണം എന്ന് പറഞ്ഞിട്ട് ബസ്സിൻ്റെ കോച്ചിൻ്റെ മാനേജർ. പക്ഷേ അവസാനം പുള്ളിക്കാരൻ അത് ഞങ്ങൾ പേടിപ്പിച്ചതായിരുന്നു. ഞങ്ങൾക്ക് 7 മണിക്ക് എഴുന്നേറ്റാൽ മതിയായിരുന്നു. 7 മണിക്ക് എഴുന്നേറ്റു. വേക്കപ്പ് കോൾ 7 മണിക്കായിരുന്നു. 8 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ്, 9 o'clock ഡിപ്പാർച്ചർ. 8:50 10 മിനിറ്റ് മുമ്പ് തന്നെ എല്ലാവരും പോണതിന് മുമ്പ് തന്നെ നമ്മളെല്ലാവരും ഇവിടെ എത്തി. നമ്മൾ ഇന്ത്യൻസിന് ആരാ ഇവിടെ പഞ്ച്വാലിറ്റി ഇല്ല എന്ന് പറഞ്ഞത്. എല്ലാവരും കറക്റ്റ് സമയത്ത് തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. അതിന് മുന്നേ തന്നെ എത്തി, 10 മിനിറ്റ് മുമ്പ് തന്നെ. നമ്മൾ ഇന്ത്യൻസ് മാത്രമല്ല കേട്ടോ, നേപ്പാളിൽ നിന്നുള്ളവരുണ്ട്, പാകിസ്ഥാൻകാരുണ്ട്. അങ്ങനെ ഡ്രൈവർ ഇംഗ്ലീഷുകാരനാണ്, പക്ഷെ ഒരു ഇന്ത്യൻ ഗ്രൂപ്പാണ്. അതുകൊണ്ട് നമുക്ക് ഫുഡിൻ്റെ കാര്യത്തിൽ നമുക്ക് ഇന്ത്യൻ ഫുഡ് കിട്ടും. അപ്പോൾ ഇന്ത്യൻ ഫുഡൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾ കണ്ടല്ലോ, ഒരു കോണ്ടിനെൻ്റൽ സ്റ്റൈലായിരുന്നു. അങ്ങനെ നല്ല ഒരു ഇതായിരുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ദിവസം ആരംഭിക്കാൻ പോവുകയാണ്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മളിവിടുന്ന് ജർമ്മനിയിലേക്കാണ് പോണത്. ബ്ലാക്ക് ഫോറസ്റ്റ്, പിന്നെ അവിടെ നിന്ന് സ്വിറ്റ്സർലൻഡ് എവിടേക്കൊക്കെ പോകണമെന്ന് എനിക്കറിയില്ല. അവിടെ ഒരു വാട്ടർഫോൾസ് കാണാൻ പോകുന്നുണ്ട്. ഞാൻ സ്ഥലങ്ങളൊന്നും ഏത് സ്ഥലത്തേക്ക് പോകണമെന്നൊന്നും ശേഷം ഡീറ്റെയിൽ ആയിട്ട് നോക്കിയില്ല. പിന്നെ പല സ്ഥലങ്ങളും വായിൽ കൊള്ളാൻ പേരുകളാണ്, അതുകൊണ്ടാണ് അതൊന്നും പറയാത്തത്. റൈന ഫോൾസ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്, അത് ഫേമസ് ആണ് സ്വിറ്റ്സർലൻഡിൽ. അവിടേക്ക് പോകുന്നുണ്ട്. പിന്നെ എവിടേക്കൊക്കെ ഇന്ന് പോകണമെന്ന് അറിയില്ല. ഇന്ന് സ്വിറ്റ്സർലൻഡിലാണ് സ്റ്റേ. അപ്പോൾ നമുക്ക് വരും കാഴ്ചകളിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ ഹോട്ടൽ, നോവാട്ടൽ. ഇതാണ് നമ്മുടെ താമസിക്കുന്ന ഹോട്ടൽ കേട്ടോ. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീഡിയോ ആഡ് ചെയ്യാൻ മറന്നുപോയി, അത് ഇപ്പോൾ കാണിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ കാലത്തെ പ്രഭാത ഭക്ഷണം. ഒരു കോണ്ടിനെൻ്റൽ സ്റ്റൈലാണ്. ഹാമുണ്ട്, ചീസുണ്ട്, ചേഡറുണ്ട്, കോൺഫ്ലെക്സ്, മിൽക്ക്, ഓറഞ്ച് ജ്യൂസ്, ആപ്പിൾ ജ്യൂസ്, അങ്ങനെയുള്ള ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട്. ക്രോയ്സൻസ്, കൂടുതലും മധുരമുള്ള സംഭവങ്ങളാണ്. സ്ക്രാമ്പിൾഡ് എഗ് ഉണ്ടായി, ടോസ്റ്റൊന്നും ഉണ്ടായില്ല. ഞാൻ ടോസ്റ്റും ഒരു സ്ക്രാമ്പിൾഡ് എഗ്ഗും കഴിക്കാമെന്ന് വെച്ച് തോന്നുന്നു. പക്ഷേ പിന്നെ സ്ക്രാമ്പിൾഡ് എഗ്ഗും പിന്നെ അവിടെ കണ്ണിക്കേണ്ട സാധനങ്ങളൊക്കെ എടുത്ത് കഴിച്ചു. ഒരു പഴം കഴിച്ചു. പിന്നെ അതെ പിള്ളേരുകൾ അവർ ഓറഞ്ച് ജ്യൂസൊക്കെ കഴിച്ചു. അപ്പോൾ ഞാൻ ക്രോയ്സൻറ്റും ചെയ്തതും എടുത്തു. ജിനി വന്നിട്ടില്ല. അപ്പോൾ ഞാൻ പിള്ളേർ ഫസ്റ്റ് വന്ന്, ഡ്രസ്സൊക്കെ മാറി വന്നു. ജിനി അപ്പുറത്ത് മാസം ഡ്രസ്സ് മാറി അവൾ വരും. അങ്ങനെ ഞങ്ങളുടെ യാത്ര തുടർന്നു. അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ നമ്മൾ ഫ്രാൻസിൽ തന്നെയാണ് ഉള്ളത്. ഇനി ഇവിടെ നിന്ന് ജർമ്മൻ ബോർഡറിലേക്ക് ഒരു 1.5 മണിക്കൂറുണ്ടെന്ന് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് നമ്മളവിടെ നിന്ന് ജർമ്മനിയിലെ സ്വിറ്റ്സർലൻഡ് ബോർഡറിലേക്ക് പോകും. അവിടെ ജർമ്മനിയുടെ പാർട്ടായിട്ടുള്ള ബ്ലാക്ക് ഫോറസ്റ്റ് കാണാൻ പോകും. അവിടെ പിന്നെ ടിറ്റ്സി എന്ന് പറയുന്നൊരു ലേക്ക് ഉണ്ട്, അതും കാണാൻ പോകും. അവിടെ കുറച്ച് ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളതിൻ്റെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ. അങ്ങനെ നമ്മൾ ജർമ്മൻ ബോർഡറിലേക്ക് അധികം സമയമില്ല എത്താനായിട്ട്. നമ്മൾ ഏകദേശം എത്തി. നമുക്ക് ജർമ്മനിയുടെ ബോർഡർ കഴിഞ്ഞ് കുറച്ച് പോകണം നമ്മുടെ ഈ പറയുന്ന ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ എന്ന് പറയുന്ന ആ സ്ഥലത്തേക്ക് എത്താനായിട്ട്. അത് സ്വിറ്റ്സർലൻഡിൻ്റെയും ഞാൻ പറഞ്ഞ പോലെ സ്വിറ്റ്സർലൻഡിൻ്റെയും ജർമ്മനിയുടെയും ബോർഡറിലാണ്. അങ്ങനെ നമ്മൾ ഈ കാഴ്ചകളൊക്കെ കണ്ട്, ജർമ്മനിയിലെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ബെൽജിയത്തിലൂടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ വെച്ച് വീടുകളൊക്കെ നോക്കുമ്പോൾ ഇവിടെ വീടുകൾക്ക് ചെറിയൊരു വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഭൂപ്രകൃതിയൊക്കെ ഏകദേശം എനിക്ക് ഒരേ പോലെ തന്നെയാണ് തോന്നിയത്. ഇതൊരു ഫ്രൈബുർഗ് എന്നാണ് ഒരു സ്ഥലമാണ്. യൂണിവേഴ്സിറ്റി ആണെന്ന് തോന്നുന്നു. കണ്ടപ്പോൾ ഒരു കൗതുകത്തിന് എടുത്തതാണ്. അങ്ങനെ നമ്മൾ ജർമ്മനിയിലെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ പോവാണ്. ഇനി നമുക്ക് ദൂരമുണ്ട് ഈ പറയുന്ന സ്ഥലത്തേക്ക്.
ഒരുപാട് ആൾക്കാർ സൈക്കിളോട്ടുണ്ട്, കാരണം നല്ല വെതറാണ്. 90 ഡിഗ്രി വെതറുണ്ട്. കുറേ ആൾക്കാർ ആ സൈഡിലൊക്കെ പുറത്ത് ഇരിക്കുന്നുണ്ട്, കാറ്റും വെയിലൊക്കെ കൊള്ളാനായിട്ട്. നല്ല വെതർ, അത് എൻജോയ് ചെയ്ത് ഞങ്ങളും നല്ല രസമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ജർമ്മനിയിലെ ഒരു ടണലിൻ്റെ അകത്തിലൂടെയുള്ള യാത്രയാണ്. ഇപ്പോൾ കൂരാകൂരി ഇരുട്ടാണ്. ചെറിയ ചെറിയ ടണലുകളുണ്ട് പോണ വഴിക്ക്. സ്വിറ്റ്സർലൻഡിലാണ് ഏറ്റവും കൂടുതൽ ടണലുകളുള്ളത് ഞാൻ കേട്ടാണ്. നമുക്ക് അതിൻ്റെ വീഡിയോകളൊക്കെ പിടിക്കാം കേട്ടോ. നമ്മൾ ഇപ്പോഴും ജർമ്മനി കൂടെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. നമ്മൾ സ്വിറ്റ്സർലൻഡിൻ്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ ഭൂപ്രകൃതിയും വീടുകളൊക്കെ ഒരു സ്വിറ്റ്സർലൻഡിലെ പോലെ ഇരിക്കണേ. നമ്മൾ ബാക്കിൽ കാണുന്ന ഒരു കാട് പോലെയൊക്കെ എന്താണ് ബ്ലാക്ക് ഫോറസ്റ്റ്. ഇതിനെ ബ്ലാക്ക് ഫോറസ്റ്റ് എന്ന് പറയാൻ ഒരു കാരണമുണ്ട്. അത് ഞങ്ങളുടെ കോച്ച് മാനേജർ പറഞ്ഞു തന്നു. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യപ്രകാശം അടിക്കുമ്പോൾ ഇതിൻ്റെ താഴത്തിലേക്ക് സൂര്യപ്രകാശം ഇറങ്ങില്ല. ഇതിൻ്റെ താഴെ മരങ്ങളുടെ താഴെ കൂരി ഇരുട്ടായിരിക്കും, ഭയങ്കര ഡാർക്ക്നെസ് ആയിരിക്കും. പിന്നെ ഇതിനെ ബ്ലാക്ക് ഫോറസ്റ്റ് എന്ന് വിളിക്കാൻ വേറെ കാരണം കൂടി ഉണ്ട്. ഇതിൽ മഞ്ഞ് പെയ്യുമ്പോൾ, സ്നോ പെയ്യുമ്പോൾ ഇതിൻ്റെ സ്നോ മുകളിൽ മാത്രമേ കിടക്കുള്ളൂ. അപ്പോൾ മുകളിൽ നോക്കുമ്പോൾ ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ ലെയർ എങ്ങനെയാണ് അതുപോലെയാണ് ഈ ഫോറസ്റ്റ് മുകളിൽ നിന്ന്
ഈ ബ്ലാക്ക് ഫോറസ്റ്റ് എന്ന് പറയണത് വലിയൊരു റീജിയണിൽ കിടക്കുന്ന ഒരു സംഭവം കേട്ടോ. അതായത് 2 രാജ്യങ്ങളിലായിട്ട് കിടക്കുന്നതാണ്. ജർമ്മനിയുടെ പാർട്ടുമാണ്, എന്നാൽ സ്വിറ്റ്സർലൻഡിൻ്റെ ഇതിലുണ്ട്. 2 രാജ്യങ്ങളിലും കൂടി കിടക്കുന്ന ഒരു ഫോറസ്റ്റാണ് ഈ ബ്ലാക്ക് ഫോറസ്റ്റ് എന്ന് പറയണത്. ഈ ബ്ലാക്ക് ഫോറസ്റ്റിൽ സ്വിറ്റ്സർലൻഡിൻ്റെ ബോർഡർ സ്വിറ്റ്സർലൻഡിൽ പോയിട്ടുള്ളവർ നമ്മുടെ അടുത്ത് പറഞ്ഞത് ഒരു സ്വിറ്റ്സർലൻഡിലെ ഒരു വില്ലേജിൻ്റെ സെയിം സ്റ്റൈലിൽ തന്നെയാണ് ഈ വില്ലേജും ഇരിക്കണേന്ന്.
അങ്ങനെ നമ്മൾ കുക്കു ക്ലോക്സ് വാങ്ങിക്കാനായിട്ട് അതിൻ്റെ ഷോപ്പിലേക്ക് കയറി. നമ്മുടെ ഗൈഡ് അതിൻ്റെ ഉള്ളിലേക്ക്, കാരണം അവർ ചെറിയൊരു ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യണത്, ഇതിൻ്റെ മാനുവൽ, ഇതിൻ്റെ രണ്ട് ടൈപ്പ് 3 ടൈപ്പ് ഇതിൻ്റെ ഇതുണ്ട്. മാനുവലായിട്ടുള്ളതുണ്ട്, നമുക്ക് സെറ്റ് ചെയ്യണതുണ്ട്. അപ്പോൾ സെറ്റ് ചെയ്യണത് അവർ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ അവർക്ക് വീഡിയോ പിടിക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്തു. അവർ എക്സ്പ്ലനേഷൻ തുടങ്ങുമ്പോൾ നമ്മൾ നമ്മുടെ വീഡിയോ സ്റ്റോപ്പ് ചെയ്തു. ഇതാണ് ക്ലോക്കുകൾ. ഇപ്പോൾ നമ്മൾ തൊടാൻ പാടില്ല. നമ്മൾ കുട്ടികളൊക്കെ പോയിട്ട് അത് പിടിച്ചപ്പോൾ അവർ തൊടരുത് എന്ന് പ്രത്യേകം പറഞ്ഞു. അപ്പം അതിൻ്റെ പ്രൈസും എഴുതിയിട്ടുണ്ട്. ഇവർ നമ്മുടെ സ്ഥലത്തേക്ക് ഷിപ്പ് ചെയ്യും. ഈ ചില ക്ലോക്കുകളുടെ, വലിയ ക്ലോക്കുകളുടെയൊക്കെ വില 3800, 6000 യൂറോയൊക്കെയാണ്. ഏറ്റവും ചെറിയ ക്ലോക്കിൻ്റെ വില ഏറ്റവും കുറഞ്ഞത് 199 യൂറോ, 135 യൂറോ, 99 യൂറോൻ്റെയൊക്കെ തൊട്ട് അങ്ങനെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്കൊരു ചെറിയൊരു കുഞ്ഞു ക്ലോക്ക് ഇഷ്ടപ്പെട്ടു. ഇത് ചിലർ ഓർമ്മയ്ക്കായിട്ട് ഇവിടെ വന്നതിൻ്റെയൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നതാണ്. പക്ഷേ ഇത് നല്ല വീട്ടിൽ നല്ല ഷോക്ക് വയ്ക്കാനായിട്ടാണെങ്കിൽ വലിയതും ഉണ്ട് കേട്ടോ. ഭയങ്കര വലിയ വിലയുടെ ക്ലോക്കുകളൊക്കെ ഉണ്ട്. സാധാരണ ഇവിടെ ആൾക്കാർ കൂടുതലും ഒരു 150 യൂറോൻ്റെയും ഒരു 300 യൂറോൻ്റെയും ഉള്ളിലുള്ളതാണ് കൂടുതൽ ആൾക്കാർ വാങ്ങിക്കാറ്. അപ്പോൾ അവരുടെ കയ്യിലിരിക്കണ ടൈപ്പ് ഒരു 300-ൻ്റെയൊക്കെയാണ്. നമ്മളൊരു 200-ൻ്റെ യൂറോയുടെ ഒരു ക്ലോക്ക് വാങ്ങിച്ചു. നമ്മുടെയാണ് അവർ പാക്ക് ചെയ്യണേ. നമുക്ക് അവർ ഒരു ഫോം വരും ഫില്ല് ചെയ്യാനായിട്ട്. കാരണം അത് നമ്മൾ സ്വിറ്റ്സർലൻഡിലേക്ക് കിടക്കുമ്പോൾ ജർമ്മൻ ബോർഡറിൽ നമ്മൾ സ്റ്റാമ്പ് ചെയ്ത് വാങ്ങിക്കണം. അല്ലെങ്കിൽ നമുക്കത് ചിലപ്പോൾ അതിൻ്റെ ടാക്സ് 20% നമുക്ക് റീഫണ്ട് ഉണ്ട്. അപ്പോൾ അത് നമ്മൾക്ക് ഇത് കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ ബാങ്ക് അക്കൗണ്ടൊക്കെ എഴുതി കൊടുക്കുമ്പോൾ നമുക്കത് വീട്ടിലേക്ക് അല്ലെങ്കിൽ അക്കൗണ്ടിലേക്ക് അവർ ക്രെഡിറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള സംഭവം എന്തെങ്കിലും വാങ്ങിച്ചു. നമ്മളിപ്പോൾ ടിറ്റ്സെ ലേക്കിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് 1 മണിക്കൂറാണ് ഇവിടെ സമയമുള്ളത്. അതിനുള്ളിൽ നമ്മൾ ഭക്ഷണം കഴിക്കണം. അപ്പോൾ ഞങ്ങളുള്ള സമയം കൊണ്ട് തന്നെ ഇവിടെ പരമാവധി നടന്ന് എക്സ്പ്ലോർ ചെയ്യാനുള്ളൊരു പരിപാടിയിലാണ്. ഇവിടെ ചെറിയ ബോട്ടിങ്ങൊക്കെ ഉണ്ട്. ഈ ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ നടുക്കാണ് ഈ ലേക്ക് ഉള്ളത്. അതിമനോഹരമായൊരു ലേക്കാണ്. പിന്നെ നല്ല വെതറും നല്ല തിരക്കുമാണ്. അപ്പോൾ ഞങ്ങൾ അവിടെയൊക്കെ നടന്ന് മൊത്തം കണ്ടു. കുറേ ഷോപ്പുകളുണ്ട്. അപ്പോൾ നിങ്ങൾ കാഴ്ചകളിലേക്ക് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കും. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നമ്മൾ സ്വിറ്റ്സർലൻഡിലേക്കുള്ള യാത്ര തുടങ്ങുകയാണ്. അങ്ങനെ അവിടുത്തെ കാഴ്ചകളെ കണ്ട് പോണ വഴിക്കാണ് ഇങ്ങനൊരു വീടുകൾ കണ്ടത്. അതിമനോഹരമായ ഒരു ഭൂപ്രകൃതിയിൽ മേൽത്തട്ടിയിൽ നിന്ന് വീടുകൾ ഇങ്ങനെ അടക്കി വെച്ചാണ്. നമ്മളിതുപോലെ മൂന്നാറിലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ വീടുകളുടെ സ്റ്റൈലും കാര്യങ്ങളൊക്കെ കൂടുമ്പോൾ കുറച്ചും കൂടി മനോഹരമാണ്. കറക്റ്റ് ചിട്ടയോട് കൂടിയാണ് വെച്ചാണ് ഓരോ വീടുകളും നല്ല ഭംഗിയിൽ.
വെച്ചാണ് നല്ല ക്ലീൻ ആൻഡ് ഇതാണ്. ഇതൊക്കെ ശരി ഇപ്പോഴും നമ്മൾ ജർമ്മനിൽ തന്നെയാണ്, സ്വിറ്റ്സർലൻഡിലേക്ക് നമ്മൾ കടന്നിട്ടില്ല. അപ്പോൾ നമ്മളങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ബോർഡറിലേക്ക്. അങ്ങനെ നമ്മൾ ജർമ്മൻ ബോർഡറിലെത്തി. നമ്മുടെ പേപ്പർ വർക്കും നമ്മൾ നേരത്തെ വാങ്ങിച്ച കുക്കു ക്ലോക്കിൻ്റെ പേപ്പറൊക്കെ സ്റ്റാമ്പ് ചെയ്യാനായിട്ട് നമ്മുടെ ടൂർ മാനേജറും ഡ്രൈവറും കൂടി ബോർഡർ ഏജൻസിയുടെ ഉള്ളിലേക്ക് പോയി. ഇതാണ് ജർമ്മൻ ബോർഡർ. അപ്പോൾ നമ്മൾ UK എന്ന് പറഞ്ഞ ബസ്സിന് മുന്നിൽ സ്റ്റിക്കറും, അപ്പോൾ അവർക്ക് അറിയാം നമ്മൾ വരുന്നതാണ്. ഇപ്പോൾ സ്ഥിരമായിട്ട് ഇവിടെ കടന്നു പോകുന്ന നമ്പർ പ്ലേറ്റും കണ്ടാൽ അപ്പോൾ അവർക്കൊന്നും അവർ സ്റ്റോപ്പ് ചെയ്യണില്ല. നമ്മൾ വല്ലപ്പോഴും പോകുന്ന ആൾക്കാരൊക്കെ നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് സ്വിറ്റ്സർലൻഡിലെ കാഴ്ചകൾ നാളത്തെ വീഡിയോയിൽ കാണാം. അപ്പോൾ താങ്ക് യു. സീ യു അഗൈൻ.